ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പൊടിയൊന്ന് ഇളക്കി കൊടുത്താലേ ഇനി അടുത്ത കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവൻ മാവും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് മാവിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് മാവിരിക്കേണ്ടത്. ഇനി ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ്. ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പത്തിനൊക്കെ വേണ്ടി ചെയ്യുന്ന പോലെ നല്ലോണം പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. നടുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണിത്. സാധാരണ പൊടി തട്ടാതെ എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുന്ന അരിപ്പത്തിരിയുടെ അതേപോലെ ഇരിക്കും ഇത് ചുട്ടെടുക്കുമ്പോഴത്തേക്ക്. ചോറും തേങ്ങയും എണ്ണയെല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതിന്. ഇനി ഇത് നല്ലോണം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാവ് കോരി ഒഴിച്ച് ചുട്ടെടുത്തിട്ടുള്ള നല്ലൊരു എണ്ണപ്പത്തിരി റെഡിയായിട്ടുണ്ട്. എത്ര കഴിച്ചാലും മതിയാവത്തില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.